അതിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ദീപാലങ്കൃതമായിരിക്കും തലസ്ഥാനം ഈ ആഘോഷ സമയങ്ങളിൽ. അപ്പോൾ അതിലെവിടെയാണ് നിൽക്കുന്നത്? എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ? തിരുവനന്തപുരത്ത് നിന്ന് ആഘോഷങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞായറാഴ്ച ആയതിനാൽ ഞായറാഴ്ച തലസ്ഥാനം പൊതുവെ ഉറക്കത്തിലാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് കൂടുതൽ സജീവമാവുക. ക്രിസ്മസിൻ്റെ തലേന്നാൾ അതിഗംഭീരമായ ലൈറ്റാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. 6 മണിക്കാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം PA മുഹമ്മദ് റിയാസ് മന്ത്രി നിർവഹിക്കുക. അതിനുശേഷം ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് കാണാം. നഗരമാകെ ദീപാലങ്കൃതമായിരിക്കും, മനോഹരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനാകുന്നുണ്ട്. ഒപ്പം ഈ കനകക്കുന്നിലാണ് ഉള്ളത്. കനകക്കുന്നിൽ ഫ്ലവർ ഷോ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. അത് ചെറിയ ടിക്കറ്റ് നിരക്ക് വെച്ചാണ് ഫ്ലവർ ഷോ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷം എന്നുള്ളത് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും ഒക്കെയാണ്. ചേട്ടാ, ക്രിസ്മസ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അല്ല, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ പരിപാടികളൊന്നും നടത്തിയിട്ടില്ല. ഷോ എങ്ങനെയുണ്ടായിരുന്നു? ലൈറ്റ് ഷോ അല്ല, കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഐ തിങ്ക് ഇന്നലെ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാണ് എൻ്റെ ഒഫീഷ്യൽ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ദിവസം ഉണ്ടായിരുന്നു. ഐ തിങ്ക് December 1 തൊട്ടുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം അത്രയൊന്നുമില്ല, കുറവാണ്. സമയം കുറവാണ്. അതെ, സമയം കുറവാണ്. ഒരു പ്രതീക്ഷയുണ്ട്. അതെ. ടിക്കറ്റാണ് 100 രൂപ അഡൽസിനും 50 രൂപ കിഡ്സിനും. അതെ. ആ നിലയിൽ എങ്ങനെയുണ്ട് ക്രിസ്മസ്? എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് താമസിക്കുന്നു. ക്രിസ്മസ് പരിപാടികളൊക്കെ എങ്ങനെ? പ്രധാന ഒരു പരിപാടി തിരുവനന്തപുരം നഗരത്തിലിറങ്ങി ലൈറ്റൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് അല്ലേ? അതെ, തീർച്ചയായും. വർഷത്തെ അതെ. കഴിഞ്ഞ തവണത്തെ എങ്ങനെയുണ്ടായിരുന്നു ലൈറ്റൊക്കെ? കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും അടിപൊളിയാവട്ടെ അല്ലേ? ഇത് നിമേഷ്, ഞാൻ പാലോടാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ നിന്ന് 34 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് വരും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ ജില്ലയിൽ നിന്നല്ല, കൊല്ലം ജില്ലയിൽ നിന്നും ആളുകൾ ഈ നഗരത്തിലേക്ക് വരികയും ഈ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം എത്തുകയും. എവിടെ നിന്ന് വരുന്നു? ഇവിടെ അടുത്ത് തന്നെ. എങ്ങനെയുണ്ട്? ലൈറ്റ് ഒക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഫ്ലവർ ഷോ ഉണ്ടോ? ഫ്ലവർ ഷോ കാണാൻ വേണ്ടി എനിക്ക് 100 രൂപ ടിക്കറ്റ്. ഇത്തിരി കൂടിപ്പോയാ? ചെറുതായിട്ട് കൂടി. അതിന്റെ ചർച്ച ഇപ്പൊ പറഞ്ഞേ 100 രൂപയ്ക്ക് കാണാനായിട്ടുണ്ടോ എന്നുള്ള ചർച്ച. കഴിഞ്ഞ തവണ കയറിയോ? കഴിഞ്ഞ തവണ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണ കൊള്ളാം. കഴിഞ്ഞ തവണ മുതലായി. ഇത്തവണത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് 100 രൂപയ്ക്ക് ഉണ്ടോ എന്നുള്ളൊരു ചർച്ചയിലാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ലൈറ്റ് ഒരു പ്രതീക്ഷയുണ്ട്. ലൈറ്റ് സെറ്റപ്പ് അതെല്ലാം കഴിഞ്ഞ തവണ എല്ലാം കിടിലായിരുന്നു. അതുകൊണ്ട് ഒരു പ്രതീക്ഷ അതിനുണ്ട്. പ്രതീക്ഷയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മറ്റൊന്ന്, ഈ കുഞ്ഞുങ്ങളുമൊക്കെ ആയി എത്തുന്നവരാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ലൈറ്റൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ക്രിസ്മസ് ആയിട്ട് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ക്രിസ്മസ്? ഹാപ്പി ക്രിസ്മസ്. പിന്നെ കുഞ്ഞിനെ കൊണ്ട് ലൈറ്റൊക്കെ കാണിക്കാൻ, ഫ്ലവർ ഷോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസ് നേരെ ശംഖുമുഖത്തേക്ക് പോവുകയാണ്. എവിടെ നിന്ന് വന്നിരുന്നത്? ഞങ്ങൾ മലപ്പുറം ജില്ല. മലപ്പുറത്തുനിന്ന് എത്തിയതാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഈ ലൈറ്റൊക്കെ ഒന്ന് കാണുക. അതെ, ഒരു മെയിൻ ട്രിപ്പ്. അതെ, തീർച്ചയായും. ഞാൻ മലപ്പുറത്തുനിന്ന് വരികയാണ്. ഞങ്ങൾ പിന്നെ 2 ദിവസത്തിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ്. ഈ ക്രിസ്മസ് വെക്കേഷൻ. അതെ, ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം തിരഞ്ഞെടുക്കാനുള്ള കാരണം? തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം, പിന്നെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റിയ, കുട്ടികൾക്കും കാണാൻ പറ്റിയ കുറേ സ്ഥലം. ഫ്ലവർ ഷോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് ലൈറ്റ് ഷോ ഉദ്ഘാടനം ചെയ്യും. അതുകൂടി കണ്ടിട്ട് പോയാൽ മതി. ഏതായാലും ഈ ധ്രുവത്തിൽ മലപ്പുറത്തുനിന്ന് വന്ന ആളുകളാണ്. ഇപ്പോൾ കുറച്ചധികം തിരക്കായിട്ടുണ്ട്. ക്യാമറ പിന്നിലേക്ക് കാണിച്ചാൽ 100 രൂപയാണ് ഇതിനകത്തേക്ക് കയറുന്നതിന് ഫീ ആയി ഈടാക്കുന്നത്. 6 മണിക്കാണ് ഇതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുക. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുതൽ ജനുവരി 2 വരെയാണ് ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും ഇവിടെ ഉണ്ടാവുക. രാത്രി നഗരമാകെ ദീപാലങ്കൃതമായിരിക്കും എന്നാണ് ടൂറിസം വകുപ്പിൻ്റേതാണ് പദ്ധതി. ഫ്ലവർ ഷോ ആണെങ്കിൽ 10 മണി മുതൽ രാത്രി 11:30 വരെയാണ് ഈ ഫ്ലവർ ഷോ ഉണ്ടാവുക. അതിലാണ് വിവരങ്ങൾ നൽകുന്നത്. ക്രിസ്മസിനായി അവസാനവട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനവും.